അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ മജ്ബൂസാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനാദ്യമായി വേണ്ടത് 300 ഗ്രാം ചെമ്മീൻ നന്നായി കഴുകി അതിന് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ വിനാഗിരി ഇവയിലിട്ടൊന്ന് പുരട്ടി 10 മിനിറ്റ് നേരം വെക്കാം. ചോറിനുള്ള 2 കപ്പ് ബസ്മതി അരിയാണ് ഞാൻ പുതിർത്തി വെച്ചത്. അരമണിക്കൂർ നേരം പുതിർത്തി വെക്കണം. ഇനി നമുക്ക് ആദ്യമായി ചെമ്മീൻ പൊരിച്ചെടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചിട്ട് ചെമ്മീൻ ഒരു ശാലോ ഫ്രൈ ആയിട്ട് എടുക്കാം. നന്നായി പൊരിക്കണ്ട, ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം ചെറുതായി ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ചോറ് വെക്കാൻ കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പു, 2-3 ഏലക്കായി, ഒരു ഉണക്ക നാരങ്ങ, ഇവയെല്ലാമാണ് അതിന് വേണ്ടത്. ചോറ് വെക്കാനുള്ള പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായാൽ 1.5 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക. അതൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പു, 2-3 ഏലക്കായി വിലയിട്ടൊന്ന് ചൂടാക്കുക. അതിനുശേഷം നമ്മളെടുത്ത ഉണക്ക നാരങ്ങയും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക. ഉണക്ക നാരങ്ങ ചൂടാക്കിയതിന് ശേഷം ഒന്ന് കോരിയെടുത്ത് മാറ്റി വെക്കുക. അതിൻ്റെ കൂടെ കുറച്ച് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചിൻ്റെ പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ 4 പച്ചമുളകും കീറിയിടുക. അതിനുശേഷം 2 ഉള്ളി നൈസായി മുറിച്ചതും കൂടി ആഡ് ചെയ്യാം. ഒന്ന് നന്നായി വാടിയതിന് ശേഷം അതിലേക്ക് 2 തക്കാളിയും കൂടി ആഡ് ചെയ്യാം. ഒന്ന് നന്നായി വാടിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആദ്യം ആഡ് ചെയ്യാം. അതൊന്ന് മിക്സാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. ഒന്ന് മിക്സാക്കിയതിന് ശേഷം വീണ്ടും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം. പിന്നെ അതിനുള്ള ആവശ്യത്തിലുള്ള വെള്ളം ഒഴിക്കാം. 3 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെമ്മീൻ പൊരിച്ചെടുത്ത വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് കുറച്ച് ആഡ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യാം. നന്നായി മിക്സാക്കിയതിന് ശേഷം ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ നമ്മൾ പൊരിച്ച ചെമ്മീനും കൂടി ആഡ് ചെയ്യാം. ഇനി ഒന്ന് നന്നായി തിള വന്നാൽ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരിയും കൂടി ആഡ് ചെയ്യാം. 2 കപ്പ് അരിയാണ് ഞാൻ കഴുകി വെച്ചത്, ബസ്മതി അരിയാണ്. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കോരി വെച്ച ഉണക്ക നാരങ്ങയും കൂടി ആഡ് ചെയ്യാം. ഉണക്കനാരങ്ങ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഒന്ന് പിളർത്തിയിട്ട് ആഡ് ചെയ്യാം. അപ്പം നന്നായി തിളക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് സിമ്മിലാക്കി വെക്കാം. ഇപ്പോൾ നമ്മുടെ ചോറ് ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മല്ലി ഇലയും കൂടി വിതറിയതിന് ശേഷം ഒന്ന് മറിച്ചിടാം. അപ്പം മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടി മൂടി വെക്കാം. ഇപ്പോൾ ഒന്ന് തുറന്നതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി മല്ലി ഇല വിതറി ഒന്നുകൂടി മറിച്ചിടാം. ഇപ്പം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ മജ്ബൂസാണിത്. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പിയുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. താങ്ക് യു.